ഹലോ എവരി വൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങളതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ പലർക്കും ഇത് എങ്ങനെ ജീവിതത്തിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നല്ല ആരോഗ്യം, സമ്പത്ത്, ഐശ്വര്യം, പേര്, പ്രശസ്തി, ടൈം ഫ്രീഡം, ഇതെല്ലാമാണ് നിങ്ങളുടെ ആഗ്രഹം. പാസീവ് ഇൻകം, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആരോട് പറഞ്ഞാലും ഇതൊന്നും വേണ്ടെന്നാലും പറയാറില്ല. പക്ഷെ ഇതെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഇതെല്ലാം അപ്ലൈഡ് സയൻസ് ആണ്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ വീഡിയോ കേട്ടോണ്ടോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്തോണ്ടോ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാര്യം ഇതൊരു സയൻസ് ആണ്. ഇത് നമ്മൾ വശത്താക്കിയെടുക്കുക വേണ്ടേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. അത് നോളജിൽ നിന്ന് വിസ്റ്റത്തിലേക്ക് മാറും. ഓൾറെഡി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നതും കാണുന്നതും മറ്റു കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിവ് നേടുന്നേ ഉള്ളൂ. ഒരു ബുക്കിലൂടെ അറിവ് നേടുന്നു. അത് നോളജാണ്, വിസ്ഡം അല്ല. ഓക്കെ. അപ്പം ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് വേണം, നിങ്ങൾക്ക് നല്ല ആരോഗ്യം വേണം. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യം വേണം, പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുക, കറക്റ്റായിട്ട് കഴിക്കുക, അതൊന്നും നിങ്ങൾക്ക് പറ്റത്തുമില്ല. സമ്പത്ത് വേണം, പക്ഷെ അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൻലി ഈ ഒരു വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ ഞാൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു സീരീസ് വീഡിയോസാണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പം ഞാൻ ചില കാര്യങ്ങൾ പറയും, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും അതെനിക്കറിയാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. ഒന്ന്, ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു രണ്ട് രീതിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു ജോലി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ബിസിനസ് നടത്തുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു മൂന്നാമത്തെ ഒരു സർവീസ് ആയിരിക്കും മെയിൻലി. അപ്പം ഇത് ഏതിലാണെങ്കിൽ പോലും, നിങ്ങൾ ജോലി ചെയ്യുവാണെങ്കിൽ തന്നെ, എംപ്ലോയി ആണെങ്കിൽ, ആ സ്ഥാപനത്തിന് ഗുണം ഉള്ള കാര്യങ്ങൾ ചെയ്ത് അതിന് ലാഭം ഉണ്ടാക്കി കൊടുത്താലേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷെയർ ആയിട്ട് സാലറി കൂടാനോ കമ്മീഷൻ കൂടാനോ ഇൻസെൻറ്റീവ് കൂടാനോ സാധ്യതയുള്ളൂ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്ന്. അതിനകത്ത് കോൺട്രിബ്യൂഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് വരണം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ? അത് നിങ്ങൾ നേടാൻ വേണ്ടി എത്ര സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഇതെല്ലാം ഒരു ചോദ്യമാണ്. ചില എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും സമ്പത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വേറെ ഉള്ള ഒരാളിൽ നിന്ന് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഇല്ലാത്ത ഒരാൾക്ക് തരാനൊക്കത്തില്ല. ഓക്കെ. അപ്പം നിങ്ങളുടെ കസ്റ്റമർ ഭൂരിപക്ഷം ആൾക്കാർ, ആവറേജിൽ താഴെയുള്ള ആൾക്കാർ, അവരുടെ നിങ്ങൾക്ക് അവരെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടത്തില്ല. അപ്പം പ്രീമിയം കസ്റ്റമേഴ്സിനെ
നിങ്ങൾ ലിസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അവർക്ക് സർവീസ് കൊടുക്കുമ്പം നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം അതൊരു ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്തൊരു സാധാരണക്കാർക്ക് കൊടുക്കേണ്ട പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വില കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇത് ബാലൻസിങ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഒരേ ടൈപ്പ് കസ്റ്റമേഴ്സ് മാത്രമല്ല നമുക്ക് വേണ്ടത്, എല്ലാ ടൈപ്പ് കസ്റ്റമറും വേണം. പക്ഷേ മെയിൻലി ആ പ്രീമിയം പ്രോഡക്റ്റും പ്രീമിയം കസ്റ്റമറും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ലാഭകരമായിട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ ചിന്തകളിലേക്കാണ് കാര്യങ്ങൾ തരുന്നത്. ചിന്തകൾക്ക് മാറ്റം വരുമ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന്. അപ്പം നിങ്ങളുടെ തോട്ടിലൊരു ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുവാനും അത് ഡെവലപ്പ് ചെയ്യാനും ശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സമ്പത്ത് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു സർക്കിള്, അങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സിൻ്റെ സർക്കിൾ നിങ്ങൾക്ക് ഫോമായി വരും. അവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം നിങ്ങളിലാണ് ആ മാറ്റം വേണ്ടത്. അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും മാറ്റം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങളെ ടീമിനും ഈ ട്രെയിനിങ് കൊടുക്കുക. അതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് നിങ്ങൾക്കൊരു വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. പവർഫുൾ ആയിട്ടുള്ള ടീം. അവിടെ ഒരു മാസ്റ്റർ മൈൻഡ് വർക്ക് ചെയ്യും. മാസ്റ്റർ മൈൻഡ് വർക്ക് ചെയ്തെങ്കിലേ ഉള്ളൂ ആ ടീമിൻ്റെ ആ പവർ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷനാണ്. എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച് ഇത് മുഴുവൻ ഇരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ആ ചിന്തയിൽ മാറ്റം വരുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഹെൽത്ത് സമ്പത്തൊന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ളതാണ് ഹെൽത്ത്. ബേസിക്കലി ഇതിനകത്തെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ സെയിം ആണ്. എങ്കിൽ പോലും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം പ്രീമിയം കസ്റ്റമർ, അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എത്ര ഉണ്ട്, അതെങ്ങനെ നിങ്ങൾക്ക് എണ്ണം കൂട്ടാം, അവർക്ക് എങ്ങനെ സർവീസ് കൊടുക്കാം, അവർക്ക് എങ്ങനെ ബെറ്റർ സർവീസ് കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ രീതിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുമ്പം നിങ്ങളിലേക്കുള്ള വരുമാനത്തിൻ്റെ ഇതും കൂടും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ്. അങ്ങനെ നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, നിങ്ങളുടെ ടീമിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അപ്പം ഓരോ വീഡിയോയും ശരിക്കും പറഞ്ഞാൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കണ്ടാൽ പോരാ, ആ എല്ലാ വീഡിയോയും കാണുകയും ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓൾറെഡി ഉണ്ട്, അത് എപ്പോഴും വർക്കിംഗ് ആണ്. അത് നിങ്ങൾക്കും ഇപ്പോഴും വർക്കിംഗ് ആണ്, പക്ഷെ അനുകൂലമല്ലെന്നേ ഉള്ളൂ. അത് അനുകൂലമാക്കി മാറ്റണം. ആ നിയമത്തെ നമുക്ക് ഓൾറെഡി വർക്കിംഗ് ആണ്, ചിലർക്ക് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല സ്ഥിതി. ഗ്രാവിറ്റി പോലെയാണ്, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്, ഗ്രാവിറ്റി പോലെയാണ്. ഗ്രാവിറ്റി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനും ഉണ്ട്. എല്ലാ ലോസും ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ ലോകളെല്ലാം എക്സിസ്റ്റിംഗ് ആണ്, ഓൾറെഡി ഉണ്ട്. നമുക്ക് എങ്ങനെ അനുകൂലമാക്കാം, നമുക്ക് എങ്ങനെ അത് അനുകൂലമാക്കാൻ പറ്റും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ നിങ്ങൾക്കുള്ള കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ് കൂടുതലും. അവരിൽ നിന്ന് നിങ്ങൾക്ക് അവരുടെ സർവീസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻകം കൂടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രീമിയം അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സിനെ കണ്ടെത്തി സർവീസ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഇത് എങ്ങനെ കണ്ടെത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെയാണ് പ്ലാനിങ്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്തടുത്ത വീഡിയോകളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുക, മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാം അയച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്.
Okay, thank you. Bye for now.